2026 തുടങ്ങിയപ്പോൾ ഒരുപാട് എക്സാമുകളുടെ സ്ലോട്ടുമായിട്ട് PSC നമ്മൾ ഞെട്ടിച്ചിരുന്നു. അപ്പോൾ നടക്കാൻ പോകുന്ന എക്സാമുകൾക്ക് എത്രയൊക്കെ ആൾക്കാരാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള എണ്ണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് എക്സാമുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളായിട്ട് നമ്മൾ PSCയുമായി സമീപിച്ചു, കുറച്ച് RTA കൊടുത്ത സമയത്ത് അതിന് കിട്ടിയ റിപ്ലൈ ആണ് നമ്മളൊന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ, 5 പോസ്റ്റുകളെ കുറിച്ചാണ് നമുക്ക് ഇവിടുന്ന് പറയാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. LSTD ഗ്രേഡ് 3 567/2025 തസ്തിക എന്ന് പറയുന്നത് നമുക്കറിയാം. ഇത്തവണ കൃത്യമായി തന്നെ സ്റ്റേറ്റ് വേർഡ് പകരം അവിടെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ജില്ലകളിലേക്കും അവിടെ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ് നമുക്ക് ഇവിടുന്ന് അറിയാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ വാട്ടർ അതോറിറ്റിയിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിലേക്കും നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി. ദാറ്റ് ഈസ് 706/2025 ആയിരുന്നു. വാട്ടർ അതോറിറ്റി തന്നെ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനും ഇതിൻ്റെ കൂടെ വന്നു പോയിട്ടുണ്ടായിരുന്നു. 548/2025 ആയിരുന്നു അതിൻ്റെ ക്രമ നമ്പർ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്ത് വരുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും സിവിൽ കഴിഞ്ഞ ആൾക്കാർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ആൾക്കാരുടെ എണ്ണവും ചോദിച്ചിട്ടുണ്ടായി. ദെൻ ഓപ്പറേറ്റർ നമുക്കറിയാം, ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാരും മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാരും ഒരുപാട് പ്രതീക്ഷയോടെ കാണുന്ന ഒരു പോസ്റ്റാണ്. അത് 735/2025 പറയുന്ന തസ്തികയിലേക്കായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും നമുക്ക് ഇവിടുന്ന് അറിയേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം. അത് തന്നെ നമുക്ക് 5/2/2026 കിട്ടിയിട്ടുള്ള RTA പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം തന്നെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന പോസ്റ്റ് ആയിരുന്നു. ദാറ്റ് ഈസ് നമുക്ക് LSTD ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റ്. അതിൽ ഓരോ ജില്ലകളിലേക്കും വരുന്ന ആൾക്കാരുടെ എണ്ണം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തിരുവനന്തപുരം പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളായിട്ടും അതുപോലെ തന്നെ കോർപ്പറേഷനും ഒക്കെ വരുന്ന ഒരുപാട് പോസ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സാങ്ഷൻ സ്ട്രെങ്ത് ഉള്ള ജില്ലയായിരുന്നു തിരുവനന്തപുരം പറയുന്നത്. അവിടേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം 3029 ആണ്. അത് കൊല്ലത്തിലേക്ക് വന്നപ്പോൾ 2038 ആയി. പത്തനംതിട്ടയിലേക്ക് വന്നപ്പോൾ ശ്രദ്ധിക്കുക 868 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആലപ്പുഴയിൽ 1387, കോട്ടയത്ത് 1017, ഇടുക്കിയിലേക്ക് വന്നപ്പോൾ അത് 828 ആയി. എറണാകുളത്ത് അത് 2000 കുറവാണ്, 1955. തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ ദാറ്റ് ഈസ് 1975 ആണ് വന്നത്. ബാക്കിയുള്ള ജില്ലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് 1694 ആണ്. അത് മലപ്പുറത്തേക്ക് കൂടുതൽ പഞ്ചായത്തുകളൊക്കെയുള്ള മലപ്പുറത്ത് വരുന്നത് 2085 ആൾക്കാരാണ് മത്സരിക്കാനുണ്ടായിരിക്കുക. കോഴിക്കോടേക്ക് വന്നപ്പോൾ അത് 2096 മാറി. വയനാടാണ് ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് ഉള്ളത്, അത് 579 ആണ്. കണ്ണൂരിലേക്ക് വരുമ്പോൾ അത് 1522 ആയിട്ട് മാറ്റം വന്നിട്ടുണ്ട്. കാസർഗോഡും 1000 എത്തിയിട്ടില്ല, 791 ആൾക്കാർ മാത്രമാണ്. നമുക്ക് ഏകദേശം ഒരു 24,000 പേരൊക്കെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ടോട്ടൽ ഇത്ര ആൾക്കാരിൽ ഞാൻ അവിടെ ഓൾറെഡി നമുക്ക് ഒരു വീഡിയോ പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ജില്ലകൾക്കും ഒരേപോലെ വന്നാൽ പോലും നമുക്ക് അവിടെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ മത്സരിക്കാനുണ്ടായിരിക്കുള്ളൂ. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അതിലേക്ക് സാങ്ഷൻ സ്ട്രെങ്ത് അതാത് ജില്ലകളിലേക്ക് മാറ്റങ്ങളുണ്ട്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം ഇപ്പം നമ്മുടെ മുന്നിലേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ കൺഫേം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വീണ്ടും കുറയും. അതിൽ തന്നെ ഏകദേശം ഒരു 50% ആൾക്കാർ മാത്രമാണ് കൺഫേം ചെയ്ത ആൾക്കാരിൽ ഇപ്പോൾ എക്സാം എഴുതുന്ന ആൾക്കാരുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കോമ്പറ്റീഷൻ എത്ര ആൾക്കാരോടാണ് നമ്മളെ കൂടെയുള്ളത്, മത്സരിക്കാനുണ്ടായിരിക്കുക, എത്ര പോസ്റ്റുകളാണ് നമ്മുടെ മുന്നിലുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇനി പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ടായിരിക്കുക. നമുക്ക് എക്സാം വരുന്ന ഒരു 6 മാസത്തിനുള്ള എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് ഓൾറെഡി സ്ലോട്ടുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ലോട്ടുകൾ പ്രകാരം നമ്മുടെ പ്രിപ്പറേഷൻ ഇനി സ്മാർട്ടായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ ഉണ്ടാക്കരുത്, അടിപൊളിയായിട്ട് തന്നെ പഠിച്ചോളാം. ദെൻ അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള പോസ്റ്റ് ആയിരുന്നു. 30,222 പേരാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം ഉണ്ടായിരിക്കുക. സിവിൽ കഴിഞ്ഞവർ, മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർ, കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ അടങ്ങിയിട്ടുള്ളതാണ് 30,000 പേര് വന്നിട്ടുള്ളത്. അതിൽ തന്നെ കൺഫേം ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കിനി കാണേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ വീണ്ടും എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരുടെ എണ്ണം കുറവാണ്, ആ കാര്യം മനസ്സിലാക്കി നോക്കും. 3 ഡിഫറൻറ്റ് സ്ട്രീം അടക്കമാണ് 30,000 പേര് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്തത് സിവിൽ കഴിഞ്ഞവരും മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാരും ഗ്രേഡ് 3 എക്സാം കഴിഞ്ഞപ്പോൾ അടുത്ത ഗ്രേഡ് 2 വന്നപ്പോൾ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ് 26,185 എന്ന് കാണുന്നത്. അതും കൃത്യമായി തന്നെ നമ്മളുടെ മുന്നിലേക്കുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ദെൻ അതിനുശേഷം നമുക്ക് വരുന്നത് ദാറ്റ് ഈസ് 537/2025 ഇറിഗേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു.
അവിടെ വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് നമുക്കറിയാം 21,978 ആൾക്കാരാണ് അതിലേക്ക് അപ്ലൈ ചെയ്തത്. അത് തന്നെ ഇറിഗേഷൻ മെക്കാനിക്കലിലേക്ക് വരുമ്പോൾ അത് 541/2025 11,193 ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. ദെൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാരും മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാരും അപ്ലൈ ചെയ്ത പോസ്റ്റാണ്. അവിടേക്കുള്ള ആൾക്കാരുടെ എണ്ണം 19,335 പേര് മാത്രമാണ് അപ്ലൈ ചെയ്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇനി കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. കൺഫേം ചെയ്ത ആൾക്കാരിൽ നിന്നാണ് എക്സാമിലേക്ക് വരുന്നതായിരിക്കുക. ഏകദേശം എത്ര ആൾക്കാർ നമ്മളോട് മത്സരിക്കാനുണ്ടാകും എന്നത് നമുക്കതിനെ മാക്സിമം നോക്കിയ നമ്പർ നമ്മളെ മുന്നിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് കാര്യങ്ങൾ നമുക്കറിയാം. എത്ര ആൾക്കാരോട് മത്സരിക്കുന്നത്, എത്ര ആൾക്കാരോട് മത്സരിച്ചിട്ടാണ് നമ്മൾ 1ാം റാങ്കിലേക്ക് വരേണ്ടതെന്നുള്ള കാര്യം നമ്മളെ മൈൻഡിലേക്ക് കിട്ടിക്കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക, അടിപൊളിയായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾക്കായിട്ടുള്ള നോക്കി അഡ്വൈസ് കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം എഫേർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കൂടുതലായിട്ടുള്ള ക്രിയേറ്റീവ് നോക്കി കൃത്യമായിട്ടുള്ള കണ്ടന്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, വീണ്ടും ഓരോ വീഡിയോസ് ആയിട്ട് കാണണം. അപ്പോൾ എല്ലാവരും നോക്കി ഇനി അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം നോക്കിയിരിക്കേണ്ട, നിങ്ങളെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അത് PSC തന്നിട്ടുള്ള RTA പ്രകാരം തന്നെയാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നന്നായി തന്നെ പഠിച്ചോളാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ഓഫ് യു.